കോഴിക്കോട് പാളയം സപ്ലൈകോ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത് വെളിച്ചെണ്ണ മാത്രം. മാവേലി സ്റ്റോറിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് നിരാശയോടെയാണ് മടക്കം. കഴിഞ്ഞ കുറേ ദിവസമായി ഇതാണ് അവസ്ഥ എന്നും ഉപഭോക്താക്കൾ പറയുന്നു. സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിലവിലെ അവസ്ഥ തന്നെ പരിതാപകരമായിരുന്നു. മിക്ക സാധനങ്ങളും അവശ്യ സാധനങ്ങൾ പോലും ലഭ്യമല്ലാത്ത അവസ്ഥ. അപ്പോൾ കഴിഞ്ഞ ദിവസം ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലും കാര്യമായ നീക്കിയിരിപ്പ് ഈ ഭക്ഷ്യവകുപ്പിനോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിരാശാജനകമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറിലാണ്. ഇവിടെ നിലവിൽ സബ്സിഡി ഇനത്തിൽ വെളിച്ചെണ്ണ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് വാങ്ങാൻ വന്ന ആളുകൾ വന്ന് വെളിച്ചെണ്ണ മാത്രമാണ് ഉള്ളത് എന്നറിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. എന്തായാലും ആ നിലയ്ക്കുള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നത്. അതിനിടയ്ക്കാണ് പുതുതായി ബജറ്റിൽ മറ്റ് പ്രഖ്യാപനങ്ങളൊന്നും ഈ മേഖലയിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള നിരാശയുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരാൾ നമ്മളൊപ്പം ചേരുന്നു. എന്താ ഇപ്പോൾ ഇതിനായിട്ട് വന്നതാണ്? സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്താ അവസ്ഥ ഇവിടുത്തെ? അവസ്ഥ തന്നെ സ്ഥിതി, ഒരു സാധനം ഇല്ലെന്നാ പറയുന്നത്. വെളിച്ചെണ്ണ മാത്രമുണ്ട്, സബ്സിഡി ഉള്ള വേറെ ഒന്നുമില്ല. ബോർഡ് മേലെല്ലാം ഉണ്ട്, എഴുത്തുമെല്ലാം കുത്തൊക്കെ ഉണ്ട്, സാധനമൊന്നുമില്ല. സബ്സിഡി ഇപ്പൊ വാങ്ങാതെ മടങ്ങി പോവാണ്. ഇതിനായിട്ട് വന്നതാണ്. ഇപ്പൊ വെളിച്ചെണ്ണ എവിടെയും പുറമെ കണക്കിന് വില, ഇവിടെ വാങ്ങിയ കുറഞ്ഞ വ്യത്യാസമുള്ളൂ. നേരത്തെയും സ്ഥിരമായിട്ട് മാവേലി സ്റ്റോറിൽ നിന്നാണ് വാങ്ങാറ്? സ്ഥിരം മാവേലി സ്റ്റോറിൽ മാസത്തിലും പോയി വാങ്ങുന്നേ. കിട്ടലുണ്ടോ അങ്ങനെ? ആദ്യം കിട്ടലുണ്ടേ, ഇപ്പൊ കുറേറ്റില്ല. അതാണ് നമ്മളിപ്പോഴുള്ള സാധാരണക്കാരന് വാങ്ങുന്ന ഒന്നുമില്ല. പറയാ പോവുക ഇല്ലാന്ന് പറയാ പോവല് പറഞ്ഞിട്ട് പോവല്ല. എന്ത് ചെയ്യും? എവിടുന്ന് വരുന്നത്? ഞാൻ മുണ്ടിക്കത്താവും. മടങ്ങി പോവാണ്. കഴിഞ്ഞ ദിവസം ബജറ്റില് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതാണ് സാധാരണക്കാരുടെ അവസ്ഥ. ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്നു, സാധനങ്ങളില്ല എന്നറിഞ്ഞ് മടങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല. തിരക്കുണ്ടാവണമെങ്കിൽ തന്നെ ഈ അവശ്യ സാധനങ്ങൾ അടക്കമുണ്ടെങ്കിലേ തിരക്കുണ്ടാകുള്ളൂ. എന്തായാലും ആളുകൾ വന്ന് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലും കാര്യമായ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തതിലും വലിയ നിരാശയുണ്ട് ജനങ്ങൾക്ക്. എന്തായാലും ഇതാണ് പൊതുവായി മാവേലി സ്റ്റോറുകളിലെ നിലവിലെ അവസ്ഥ.